നോർത്ത് പറവൂർ പ്രത്യാശ പാലിയേറ്റീവ് കെയറും കെടാമംഗലം കവിത സ്പോർട്സ് ആൻഡ് ലീഷർ ക്ലബും സംയുക്തമായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കെടാമംഗലം ഏതൻ ബൈ കവിത ഹാളിൽ നടന്ന പരിപാടി മുൻ മന്ത്രി എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് അനുഭവേദ്യമാകുമ്പോഴാണ് ശാസ്ത്രത്തിൻ്റെ നേട്ടം ജനങ്ങൾക്ക് ഉറപ്പാക്കുകയും ആ നേട്ടത്തിൻ്റെ ഗുണം രോഗരഹിത എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയണം. ആരോഗ്യശാസ്ത്ര ശാഖയിൽ കേരളം ഇന്ത്യക്ക് മോഡലാണ്. പോലെ ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണം അനുസരിച്ച് കേരളം ഏഷ്യക്ക് മോഡലാണ്. രക്ഷാധികാരി കെ ഒ വർഗീസ് അധ്യക്ഷനായി. കെടാമംഗലത്ത് പ്രവർത്തിക്കുന്ന കവിത സ്പോർട്സ് ആൻഡ് ലീഷർ ക്ലബും ഇവ രണ്ടും കൂടി സംയുക്തമായിട്ട് പുതിയ ഒരു ആരോഗ്യ സംരക്ഷണ ചികിത്സാ സഹായ പദ്ധതി ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇതൊരു ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് മാത്രം തീരുന്നില്ല. ഇന്ന് ബോധവൽക്കരണ ക്ലാസ്സോടുകൂടി തുടങ്ങി ഇത് ആദ്യഘട്ടം. അടുത്ത ഘട്ടം ഇതിൻ്റെ രോഗനിർണയമാണ്. പിന്നീട് അത് കഴിഞ്ഞാൽ ചികിത്സയാണ്. പിന്നീട് അതിനെ തുടർന്നുള്ള ഫോളോപ്പിംഗ്. അപ്പോൾ ഇതൊരു തുടർ പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശർമ്മ സാറാണ് നിർവഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പ്രമുഖ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി.പി. ഗംഗാധരൻ ക്ലാസ് നയിച്ചു. നമ്മളൊരു പക്ഷേ ക്യാൻസറിനെ പേടിക്കാനുള്ള കാരണം നമ്മുടെ ചിഹ്നമാണ്. നമ്മൾ എന്തും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുന്നത് ഞണ്ടിനെയാണ്. ഒരിക്കൽ പിടിച്ചാൽ ഒരിക്കലും പിടിവിടാത്ത ഞണ്ടുകൾ. പക്ഷെ ക്യാൻസറിനെ കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയല്ല. ക്യാൻസർ നമുക്ക് കാണാനായിട്ട് നമുക്ക് സ്വീകരിക്കാനായിട്ടുള്ള മനോഹരമായ ധാരാളം തെളിവുകളെ കാണിക്കാം. ക്യാൻസറിനെ എങ്ങനെ കാണണം? ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ള അസുഖം. കുറച്ചും കൂടെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തില് ക്യാൻസർ ആകാൻ തയ്യാറായി നിൽക്കുന്ന കോശങ്ങളുണ്ട്. നമ്മുടെ ഒരു ചെറിയ സഹായമേ അത് ആവശ്യപ്പെടുന്നുള്ളൂ. ആ സഹായം നമ്മൾ അറിഞ്ഞോ അറിയാതെ നൽകി കഴിഞ്ഞാൽ ക്യാൻസറിനെ ഇങ്ങനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കേണ്ടി വരും. പ്രോഗ്രാം സെക്രട്ടറി ജലാൽ മൂപ്പൻ, കോർഡിനേറ്റർ CA രാജീവ്, പ്രസിഡന്റ് MK വിക്രമൻ, സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ഷൈജു ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.